ഗൈസ് ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാൽക്കപ്പ ഒന്ന് നമ്മളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇവിടെ വീട്ടിൽ ഇവർ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരിവിടെ ഉണ്ടാക്കിയപ്പോൾ കഴിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പുറത്ത് റെസ്റ്റോറൻറ്റ് പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പറായിരുന്നു സാധനം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ കസാവ ഫുഫു ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ സൂപ്പർ ടേസ്റ്റായിരുന്നു. എന്തായാലും പാൽക്കപ്പ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകിട്ട് ഞാൻ കപ്പയൊക്കെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞ് വെക്കുന്ന തത്രപ്പാടിലാണ്. മലയാളികൾക്ക് കപ്പ ഒരു ഹരമാണ്. അതുപോലെ തന്നെ പല പല ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് വെള്ളം വെച്ച് നമ്മൾ കപ്പ വേവുന്നുണ്ട്. ചിക്കൻ പെരട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ പാൽക്കപ്പയുടെ കോമ്പിനേഷൻ. അപ്പോൾ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കൻ, അതായത് എല്ലൊന്നും ഇല്ലാത്ത നല്ല ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ പെരക്കി ഒന്ന് അവിടെ വെക്കുകയാണ്. അപ്പോൾ പാൽക്കപ്പക്ക് പാല് വേണമല്ലോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഒരു ഭാഗത്ത് കാണുന്നുള്ളത്. മറുഭാഗത്ത് കിഴങ്ങ് വേവുന്നുണ്ട്. ഇത് നമ്മുടെ പെരട്ടിനുള്ളതാണ്. അപ്പോൾ വെന്ത കിഴങ്ങിൻ്റെ അകത്ത് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ. പച്ചമുളകിൻ്റെ ഒക്കെ ഒരു മണമില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തള വരുമ്പോൾ ഇത് അവസാന ഘട്ടം നമ്മുടെ തമ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് റെഡിയാക്കി അവിടെ വെച്ചു. ഇപ്പോൾ നമ്മൾ അതിലേക്ക് വറുത്തിടുന്നുണ്ട്. അതായത് ചെറിയ ഉള്ളി നമ്മൾ നെയ്യിലാണ് കേട്ടോ വറുത്തിടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ പെരട്ടിൻ്റെ മല്ലിയൊക്കെ നമ്മൾ ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് അതിനുള്ള മസാലകളൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ കറിയായിട്ടല്ല കേട്ടോ, നല്ല പെരട്ടാണ്. അടുത്തമ്മ ആക്കുന്നതിൻ്റെ ഇടയിൽ എന്തെല്ലോ എന്നോട് പറയുന്നല്ലോ ഉണ്ട് കേട്ടോ. അപ്പോൾ മസാലപ്പൊടിയെല്ലാം ഇട്ട് അതിലേക്ക് നമ്മളെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് വരണം. കാരണം നമ്മൾ കൂടുതൽ വെള്ളമൊന്നും കോരി വയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ചിക്കൻ വേകുമ്പം തന്നെ വെള്ളമെല്ലാം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയണ്ടേ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ബാക്കിയുണ്ടായത് നമ്മൾ അതിലേക്ക് ഒഴിച്ചത് കറി റെഡിയാകുന്നുണ്ട്. കറിയല്ല, പെരട്ട്. അപ്പോഴത്തേക്ക് നമ്മളെ പാൽക്കപ്പ ആയി. അങ്ങനെ അവസാന ഘട്ടം നമ്മുടെ കഴിക്കേണ്ട ഭാഗത്തിലേക്കായി. നമ്മളെല്ലാവരും വട്ടോട്ടിരുന്ന് കഴിക്കാൻ നിൽക്കലാണ്. അപ്പോൾ നല്ല ചൂട് പാൽക്കപ്പയും അതിൻ്റെ കൂടെ ചിക്കൻ പെരട്ടും. ആഹാ, പുറത്ത് നല്ല മഴ, ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ. ബൈ.